ഈ സ്കീറ്റ് ഷൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലേ ഷൂട്ടിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒളിമ്പിക്സിലൊക്കെ ഉള്ളതാണ്, ഫേമസ് ആണ്. ഷോട്ട് ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ക്ലേ കൊണ്ടുള്ള ഒരു പ്ലേറ്റ് ഒരു മെഷീനിൽ നിന്ന് ഇങ്ങനെ തെറിപ്പിച്ചങ്ങ് വിടും. ആ പ്ലേറ്റ് ആണ് നമ്മൾ വെടിവെച്ചിട്ടുള്ളത്. ആ ഷോട്ട് ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് എങ്ങനെയാണ് തെറിച്ച് പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയാം നിങ്ങളിൽ 50% ആൾക്കാരും മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സിംഗിൾ പ്രൊജക്ടൈൽ ഇങ്ങനെ പോയിട്ട് ആ ക്ലേ പ്ലേറ്റിൽ തട്ടിയിട്ട് അത് പൊട്ടിത്തെറിക്കാന്നല്ലേ? പക്ഷെ അത് അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ലേ, ഒരു മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പെല്ലറ്റ്സ് പോയിട്ടാണ് ആ പ്ലേറ്റിൽ തട്ടിയിട്ട് ആ പ്ലേറ്റ് പൊട്ടിത്തെറിക്കുന്നത്. ഇങ്ങനെയാണ് ഷോട്ട് ഗണ്ണിൻ്റെ വർക്കിംഗ്. വെടിമരുന്നിൻ്റെ മുമ്പിലായിട്ട് ഒരു കപ്പ് ഇരിക്കുന്നുണ്ട്. ആ കപ്പിലായിരിക്കും പെല്ലറ്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. ശേഷം വെടിമരുന്ന് ബ്ലാസ്റ്റ് ആകുമ്പോൾ കപ്പ് അടക്കമാണ് തെറിച്ചു പോവുക. പെല്ലറ്റ്സ് സ്പ്രെഡായിട്ട് മുമ്പോട്ട് തെറിച്ചങ്ങൾ പോകും. ആ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പെല്ലറ്റ്സിന് പറയുന്നതാണ് ഷോട്ട്. ഡിഫൻസ് കാര്യങ്ങൾക്കൊക്കെ സിംഗിൾ ബുള്ളറ്റ് ആയിരിക്കും ആ കേസിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലാസ്റ്റ് ആയി പോകുന്നത്. പക്ഷേ ഈ ക്ലേ ഷൂട്ടിങ്ങിനും പിന്നെ ബേർഡ്സിനും ഒക്കെ ഷൂട്ട് ചെയ്യാനും മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പെല്ലറ്റ്സ് ആണ് ഷോട്ട് ഗണ്ണിൻ്റെ ഉള്ളിൽ നിന്നും പോവുക. ഇത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും അല്ലേ? എനിക്ക് ചെറുപ്പം മുതലേ തോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇഷ്ടമായതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു മൂവി സ്ക്രിപ്റ്റ് ഫുൾ ഗണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.